ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് എവർക്കും സ്വാഗതം. ഒരിക്കലൊരു മനുഷ്യൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷേ യാത്രയുടെ മധ്യത്തിൽ അദ്ദേഹത്തിന് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കിയ ആ മനുഷ്യൻ കുറച്ച് അകലെയായി നദിയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കണ്ടു. വഴിപോക്കൻ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ആളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, തനിക്ക് പോകുവാനുള്ള ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചും വഴിയെക്കുറിച്ചുമൊക്കെ ചോദിച്ചു. പക്ഷേ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നയാൾ ഇദ്ദേഹത്തെ ഗവനിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിൽ കൂടുതൽ ശ്രദ്ധയോടെയിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ആൾക്കൊരു മത്സ്യത്തെ കിട്ടുകയും അദ്ദേഹം മത്സ്യത്തെ ചൂണ്ടയിൽ നിന്ന് ഊരി തൻ്റെ സഞ്ചിയിൽ വെച്ചതിന് ശേഷം വഴിപോക്കനോട് ചോദിച്ചു, താങ്കൾ എന്നോട് എന്താണ് ചോദിച്ചത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പറയുകയും ചൂണ്ടയിട്ടുകൊണ്ടിരുന്നയാൾ വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയ വഴിപോക്കൻ വീണ്ടും ഒരിക്കൽ കൂടി ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ആളുടെ പ്രവൃത്തിയെ ശ്രദ്ധിച്ചു. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് തനിക്ക് ആദ്യം വഴി പറഞ്ഞു തരാതിരുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കുക എന്ന് വളരെ പ്രധാനമാണ് എന്ന് വഴിപോക്കിന് മനസ്സിലായി. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധ വയ്ക്കുക എന്നുള്ളത്. ഗെത്സമന തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി കയറി പോകുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിപ്പിൻ, ഉണർന്നിരിക്കുവിൻ എന്ന്. എന്നാൽ തിരികെ വരുന്ന കർത്താവ് കാണുന്നത് ശിഷ്യന്മാർ ക്ഷീണത്താൽ നിദ്രയിലായിരിക്കുന്നതാണ്. വീണ്ടും അവരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്ന കർത്താവിനെ കാണാം. വീണ്ടും ഉറങ്ങിപ്പോകുന്ന ശിഷ്യന്മാരെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നത് വീണ്ടും വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു കാര്യം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതവും പ്രവൃത്തികളും ദൈവവുമായിട്ടുള്ള ബന്ധവുമൊക്കെ ഇതുപോലെയാണ്. ശ്രദ്ധയില്ലാതെ അലസത ബാധിച്ച് പ്രവൃത്തികളിൽ ഉറങ്ങിപ്പോകുന്നവരായി കാണപ്പെടാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് ശ്രദ്ധ എന്നത്. പ്രാർത്ഥനയിലായാലും ആരാധനയിലായാലും വീട്ടുജോലിയിലായാലും ഡ്രൈവിങ്ങിലായാലും നമ്മുടെ ജോലി സ്ഥലത്തായാലും ചെയ്യുന്ന പ്രവൃത്തികൾ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒന്നാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാട്ടുകളിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും എന്നുള്ളത്. അലസത ബാധിക്കുന്നവർ സ്വന്തം ജീവിതത്തിൽ തന്നെയാണ് നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് അലസതയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുന്നവരായി തീരാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതുപോലൊരു കൂട്ടം ഐക്യതയോടൊന്നായി കാത്തിരിക്കും, പറന്നു പോകും ദൈവസഭയൊന്നായി. പാരിലിൽ ഇതുപോലൊരു കൂട്ടം ഐക്യതയോടൊന്നായി കാത്തിരിക്കും, പറന്നു പോകും ദൈവസഭയൊന്നായി. നാളിനി അധികമില്ല, നാം ദീപമെടുത്തിടാം. ഇരുളാകുന്നതിനും മുൻപേ നാം എരിഞ്ഞടങ്ങിടാം. നാളിനി അധികമില്ല, നാം ദീപമെടുത്തിടാം. ഇരുളാകുന്നതിനും മുൻപേ നാം എരിഞ്ഞടങ്ങിടാം. സഭയെ ഉണരാം, ദൈവസഭയെ അലസത വെടിയാം. മണവാളൻ തൻ കാഹളനാദം കേൾക്കാൻ സമയമതായി. സഭയെ ഉണരാം, ദൈവസഭയെ അലസത വെടിയാം. മണവാളൻ തൻ കാഹളനാദം കേൾക്കാൻ സമയമതായി.